ഹലോ, വെൽക്കം ടു ചാനൽ. ഇത് വർക്ക് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് വിശന്നു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സാധനം വെച്ചിട്ട് ഞാനൊരു ഗോബി പറാട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഗോബി ബോയിൽ ചെയ്തു. അതിന് ശേഷം സാധനങ്ങളൊക്കെ ഇട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി, ഗോബി, കോളിഫ്ലവർ, പച്ചമുളക്, സവോള ഇത് മാത്രം ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഇനി ഞാൻ ചപ്പാത്തിക്ക് പൊടി നനയ്ക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചപ്പാത്തിക്ക് പൊടി നനയ്ക്കാം. സൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണം, ഇവിടെ അടുത്ത് പണി നടക്കുകയാണ്. ഇത് ഞാൻ ബോയിലിംഗ് വെള്ളത്തിനകത്ത് ചപ്പാത്തി മാവും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഇച്ചിരി എണ്ണയും കൂടി ഇട്ട് ഞാനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കും. ഇപ്പോൾ 2 ചപ്പാത്തിക്കുള്ള മാവാണ്. എന്നിട്ട് നന്നായിട്ട് പരത്തി ഇനി നമ്മളുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. ഞാനിതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാനിത് ബോയിൽ ചെയ്തത് ഭയങ്കര പ്രശ്നമായി. അതിൽ ഭയങ്കര വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ഇതെപ്പോഴും പൊട്ടി പുറത്ത് പോകുന്നുണ്ടായി. അപ്പം അത് ഞാൻ ഉള്ളിലേക്ക് വെച്ച് ഇനി 4 ഭാഗത്തുനിന്നും ഇതെടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് നമ്മളത് മടക്കി ഫില്ല് ചെയ്യണം. എന്നാലേ അത് പൊട്ടിപ്പോകാണ്ടിരിക്കുള്ളൂ. ഞാൻ കുറേ വീഡിയോസ് അല്ല, ഞാൻ 2-3 വീഡിയോസ് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കാൻ നിന്നത്, എന്നിട്ടും ഫ്ലോപ്പായി. അതെല്ലാം ചാടി പുറത്തൊക്കെ പോയി. കണ്ടോ, സൈഡിൽ നിന്നൊക്കെ എനിക്ക് കുറേ പുറത്ത് പോയി. പക്ഷെ ഞാനത് കുക്ക് ചെയ്തെടുത്തിട്ടോ. അത് കുക്ക് ചെയ്തപ്പോഴത്തേക്കും അത് വിട്ടുപോയൊന്നുമില്ല. അത് ഞാൻ മൂടി വെച്ച് വേറൊന്നും കണ്ടില്ല. കോളിഫ്ലവറോ സവോളയോ ഒന്നുകൂടെ വേവുന്നെങ്കിൽ വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂടി വെച്ച്. സാധാരണ ഞാൻ ചപ്പാത്തി മൂടി വയ്ക്കില്ല. ഇനിയിപ്പം നേരത്തെ മറ്റേ ഗോപിയെല്ലാം നമ്മുടെ പാത്രത്തിലൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം എല്ലാവരും വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളുടെ കിച്ചൺ ടവല എനിക്ക് തോന്നുന്നു 200 രൂപയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിനകത്ത് എത്രയോ പീസസ് ഓഫ് ചെറിയ ക്ലോത്ത്സ് ഉണ്ട്. അത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് വാഷ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. ഞാൻ 2ാമത് ട്രൈ ചെയ്തു, പക്ഷെ അതും അത്ര നന്നായിട്ട് വന്നില്ല. സൈഡിൽ കൂടെ പോയി. എന്നാലും മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒരു മെനയുണ്ടായിരുന്നു. ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചാണ് മടക്കുന്നത്. നമ്മൾ ഈ പൊറോട്ടയൊക്കെ ആക്കുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ. അങ്ങനെ അതിൻ്റെ ഫൈനൽ ലുക്ക് ഈ പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ പ്ലേറ്റിംഗ് ഒക്കെ ഞാൻ നന്നായിട്ട് ചെയ്തു. ആ സമയം കൊണ്ട് ചുട്ടെടുത്തു. ഇനി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. വായ വയ്ക്കാൻ കൊള്ളാം എന്നൊക്കെ അറിയട്ടെ. ഞാനൊരു സ്ലൈസ് ഓഫ് ബട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെത് സോൾട്ടഡ് ബട്ടറാണ്. കഴിച്ചു നോക്കട്ടെ. പറ്റുന്നില്ല. ബട്ടറിൽ മുക്കി ഇച്ചിരി പിക്കിൾ മുക്കി